ഹലോ എവരിവൺ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നേടിയെടുക്കണമെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റിന് ഒരു വലിയ പങ്കുണ്ട്. നല്ല രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ ഏത് തരത്തിലുള്ള മൈൻഡ് സെറ്റാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? ഇവിടെയാണ് ബിഗിനേഴ്സ് മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. എന്താണ് ഈ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്? നമ്മൾ കൊച്ചു കുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ല അവർ ചെയ്യുന്ന പ്രവൃത്തികളോ എന്തെങ്കിലുമൊക്കെ അവരുടെ കയ്യിലേക്ക് ഒരു കളിപ്പാട്ടോ അല്ലെ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് നമ്മൾ കാണുന്ന അല്ലെ അവരുടെ പ്രവർത്തനങ്ങളിൽ കാണുന്ന ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ഓപ്പൺനെസ്, അതായത് കാര്യങ്ങളോടുള്ള ആ മനസ്സിലാക്കാനുള്ള ആ ഒരു ജിജ്ഞാസയും അതൊക്കെ എന്താണെന്ന് തുറന്നു നോക്കി അല്ലെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ആ ഒരു മനസ്സിനെ, ആ ഒരു തുറവി മനസ്സിൻ്റെ, ഇതാണ് ഈ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ചെറുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ഈ മൈൻഡ് സെറ്റ് ഉണ്ട് അല്ലേ? നമ്മൾ ഏത് കുഞ്ഞു കുട്ടികളെ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരതിന് ആ ഒരു കാര്യത്തിലേക്ക് മനസ്സിലാക്കാൻ അല്ലെ അതിലേക്ക് ഇടുന്ന എഫേർട്ടുകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ ലൈഫിൽ വേണമെങ്കിൽ അതൊന്ന് അനുകരിക്കാനായിട്ട് വളരെയധികം നല്ല ഒരു പാഠമാണ് നമുക്ക് കുഞ്ഞു കുട്ടികളിൽ നിന്ന് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ വളർന്നു കഴിയുമ്പോൾ നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന, ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു ചിന്തയെന്ന് പറയുന്നത് എന്ത് കാര്യം കേട്ടാലും അല്ലായെങ്കിൽ നമുക്കൊരു അവസരം വന്നാലും ഒക്കെയും നമ്മളുടെ മൈൻഡ് സെറ്റ് ആ ഒരു ടൈമിൽ എങ്ങനെയായിരിക്കും? എനിക്കിതിനെക്കുറിച്ചൊക്കെ അറിയാം, അല്ല ഞാൻ ഇതിൻ്റെ അപ്പുറം കണ്ടതാണ്, ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, ഞാൻ എത്രത്തോളം ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഫേസ് ചെയ്താണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന അവസരം അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്ന അവസരമൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്തി കളയുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മൈൻഡ് സെറ്റ് ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് ആക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ, അത് നമ്മളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്തിന് ഉപകരിക്കുന്ന നല്ല ഒരു മാറ്റം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് അത് നമ്മളെ സഹായിക്കും. എന്തൊക്കെയാണ് ഈ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു കാര്യം, ഒരു പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ തേടി വന്ന ഒരു അവസരമായിരിക്കാം, അതിനെയൊക്കെ നമ്മൾ നോക്കിക്കാണുന്ന രീതി അല്ലെ അതിനോടുള്ള നമ്മളുടെ മൈൻഡ് സെറ്റ് ഈ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് ആണ് എങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളാണ് അവിടെ കൊണ്ടുതരുന്നത്. അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് എങ്കിൽ ഒരു പ്രോബ്ലം ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് നമ്മളെ മനസ്സിലാക്കി എടുക്കാനായിട്ടും ഈ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് നമ്മളെ സഹായിക്കും. അതോടൊപ്പം ക്യൂരിയോസിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാം. പല കാര്യങ്ങളിലും പല രീതിയിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞാൽ അത് നമ്മളുടെ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ഇനി എങ്ങനെ നമുക്ക് ഈ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും? നമ്മൾ അതുവരെയും നമുക്കുണ്ടായിരുന്ന ഒരു മൈൻഡ് സെറ്റ് പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമോ? ഇല്ല. അവിടെ നമ്മൾ ക്ഷമയോടെ എൻ്റെ ഒരു കാര്യത്തെ ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള നമ്മളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് വളരെയധികം അത്യാവശ്യമായ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുക. ഒരു കാര്യം അത് പുതിയതായിട്ടുള്ള ഒരു അവസരത്തിൻ്റെ കാര്യമായില്ല, അല്ലെ എൻ്റെ ലൈഫിൽ ഒരു പ്രത്യേകമായ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഞാൻ ഇത് വലിയ കാര്യമൊന്നുമല്ല, അല്ലായെങ്കിൽ അതിൻ്റെ ഒരു പെട്ടെന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന ഒരാളാണോ? അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും പാളിച്ചകളിലേക്ക് അവസാനിക്കാറുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് സ്വയം വിലയിരുത്തുക. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടെങ്കിൽ ക്ഷമയോടുകൂടി നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റാൻ തയ്യാറാവുക. ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഏതൊരു സാഹചര്യങ്ങളും ഉണ്ടായാലും അല്ലായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്താണോ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം പുതിയതായിട്ട് വരുമ്പോൾ അവിടെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തയ്യാറാവുക. ആസ്ക് ക്വസ്റ്റ്യൻസ്. അത് ചിലപ്പോൾ നമ്മളോട് തന്നെ നമുക്ക് ചോദിച്ചാൽ ഒരു കാര്യത്തെക്കുറിച്ച് അതിൻ്റെ പല ആംഗിളിലുള്ള സൊല്യൂഷൻസ് അല്ലെ അതിൻ്റെ പല വശങ്ങൾ. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് ജീവിതത്തിൽ. ഈ ബിസിനസ് തുടങ്ങിയാൽ എൻ്റെ ലൈഫിൽ വിജയമുണ്ടാവുമോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ എനിക്കതിനെ എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം, ഇങ്ങനെ അതിനെക്കുറിച്ചുള്ള പല ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇനി നേരെ മറിച്ച് മറ്റൊരാളാണ് നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതെങ്കിൽ നമ്മൾ അവിടെയും ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുക. അവിടെ നമ്മൾ ഒരു എളിമയുടെ പാഠം കൂടെയാണ് നമ്മൾ ഈ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് പഠിക്കുമ്പോൾ പഠിക്കുന്നത്. ഒരു ഹംബ്ലിങ് എക്സസൈസ് ആണ് ഈ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ കൊച്ചു കുട്ടികളെ കാണുമ്പോൾ ഞാൻ വീണ്ടും കൊച്ചു കുട്ടികളിലേക്ക് പോവുകയാണ്. കാരണം അവരോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് അവർക്ക് എത്രത്തോളം ചോദ്യങ്ങൾ ചോദിക്കാവോ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ അല്ലെങ്കിൽ എല്ലാം അവർക്ക് മനസ്സിലാകുന്നവരെ അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? ഇത് തന്നെയാണ് ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മളും ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ കാര്യം. നമുക്കൊക്കെ എന്തെങ്കിലും കാര്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇച്ചിരി വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കുന്നതിന് വല്ലാത്തൊരു മടിയാണല്ലേ? ഞാൻ ചോദ്യം ചോദിച്ചാൽ അല്ലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്തേ ചെയ്യത്തുള്ളൂ? മിണ്ടാതെ
ഇരിക്കത്തേ ഉള്ളൂ. കാരണം ചോദ്യം ചോദിച്ചാൽ ഞാൻ ഒരു സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് തകർന്നു പോകുമോ, അല്ലെങ്കിൽ എനിക്ക് അറിവില്ലാത്ത ഒരാളാണോ എന്ന് മറ്റുള്ളവർ കരുതുമോ എന്നൊക്കെയുള്ള ചിന്തകൾ കാരണമാണ് പലപ്പോഴും നമുക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങളുടെയും അനന്ത സാധ്യതകളെക്കുറിച്ചൊക്കെ ചോദിക്കാൻ നമ്മളെ പുറകോട്ട് വലിക്കുന്നു. അത് മാറ്റാനായിട്ട് നമ്മൾ തയ്യാറാകുക. വളരെ എളിമയോടെ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് തന്നെ അറിയണം, അല്ലേ? ഒരു മനുഷ്യരും അറിവിൻ്റെ കാര്യത്തിൽ പൂർണ്ണരല്ല. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ തയ്യാറാവും. ക്ലിയർ യുവർ മൈൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ കാലാകാലങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് കാണും, അല്ലേ? അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മാറാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പുതിയ സ്റ്റഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം കേൾക്കുന്ന ഉടനെ നമ്മൾ ചാടിക്കേറി അതിനെ ഒരു കൺക്ലൂഷനിലെത്തുക അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്ന ശീലം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത് മാറണമെങ്കിൽ നമ്മളൊരു അല്പസമയം ഒന്ന് ഇരുന്ന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറാകണം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് വരുമ്പോൾ ഒരു ലൈറ്റ് മെഡിറ്റേഷൻ പോലെ ചാടിക്കേറി മറുപടി പറയുന്ന ആ ഒരു ശീലം ഒന്ന് നിർത്തിയേച്ച് ഒന്ന് കണ്ണുകളടച്ച് 1-2 ദീർഘശ്വാസമൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്ത് മനസ്സൊന്ന് ശാന്തമാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ആ പുതിയ കാര്യത്തെ അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിലുള്ള ഒരു പ്രശ്നത്തെ നോക്കി കാണാൻ ശ്രമിക്കുമ്പോൾ, അല്ലാതെ ഒരു കാര്യം കേൾക്കുമ്പോൾ ചാടിക്കേറി പറയുന്നതിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഏറെ നല്ല ഒരു സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അല്ലെ ആ ഒരു രീതിയിൽ മാറ്റി ചിന്തിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ ആ പ്രശ്നത്തിന് നമുക്ക് നല്ലൊരു പരിഹാരം കണ്ടെത്താനായിട്ട് അത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇവിടെ എല്ലാം വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമ്മളുടെ ഉള്ളിൽ എനിക്കെല്ലാം അറിയാമെന്നുള്ള ഒരു ഭാവവും, അല്ല എങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കുക, അല്ലെ നമ്മളോട് തന്നെ സ്വയം ചോദിക്കാനായിട്ടൊക്കെ തയ്യാറാകുന്നതിലൊക്കെയുള്ള ഒരു പാകപ്പിഴ അല്ലെ ഒരു പോരായ്മ കൊണ്ടാണ് പലപ്പോഴും നല്ല രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കാണാൻ നമുക്ക് കഴിയാതെ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഒന്ന് എളിമപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു നല്ല ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ്. ഒരു ഏൻഷ്യൻ്റ് ബുദ്ധിസ്റ്റ് പ്രാക്ടീസാണ് ഈ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫലം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ജാപ്പനീസ് സക്സസിൻ്റെ ടെക്നിക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് പറയുന്നതും ഈ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെക്കുറിച്ച് കുറച്ചും കൂടെയൊക്കെ ഒന്ന് എളിമപ്പെടുത്തി എനിക്ക് എല്ലാം അറിയാമെന്നുള്ള ഭാവമൊക്കെ ഒന്ന് വെടിഞ്ഞ് ഒരു കുഞ്ഞു കുട്ടിയെ നോക്കിക്കൊണ്ട് ആ ഒരു കുട്ടി ഓരോ കാര്യങ്ങളെ നോക്കി കാണുന്ന മനസ്സിലേക്ക് നമ്മൾ മാറാൻ തയ്യാറായാൽ നമ്മളുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ല പരിഹാരം കാണാനും പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ ഐഡിയാസ് ആണെങ്കിലും പുതിയ തലങ്ങളിലേക്കാണല്ലോ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് ഈ ബിഗിനേഴ്സ് മൈൻഡ് സെറ്റ് നമ്മളെ സഹായിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.